നിന്തേൻ കഥ ചൊല്ലാ ഞാൻ വന്നേൻ അലങ്ങച്ചൂരമടയിൽ നിന്നും കുറത്തിയെത്തുന്നു ജീവിത കഥകൾ പാടുവാനായി കുറത്തിയെത്തുന്നു കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഏന 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 അത് കേട്ടിരിക്കയാ ഏന இந்த കഥയെ കേളടിയേ കല്ലാ ജീവിതം ശാപത്താൽ പേറിയ അഹല്യാദേവി തൻ ശാപകഥ ഗൗതമ മുനി തൻ ആശ്രമത്തിൽ പതിവ്രത പതിപാദ സേവിത നീലഗഗനെ പുഷ്പക വിമാനമേറി ഇന്ദ്രനതുവഴി സഞ്ചരിക്കേ അപ്സര സൗന്ദര്യം തോറ്റിടും പെണ്ണിവൾ കാനനത്തിൽ എന്തോ ചെയ്തിടുന്നു അവളുടെ ഭംഗിയിൽ ഭ്രമമായി ആസക്തനായി പരവശനായി അറിഞ്ഞു ഇന്ദ്രൻ പതിവ്രത പെണ്ണിവൾ കൗശലം കൊണ്ടേ കീഴടങ്ങൂ സൃഷ്ടിച്ചു മായ പുലരി ദേവൻ കാനനത്തിൽ കാത്തിരുന്നു സൂര്യനുണരും മുൻപേ പാപിര കോഴിക്കോൾ കൂവിയ ദേവൻ വന്ദന നേരമായി എന്ന മട്ടിൽ മുനി അതിക്കര ലക്ഷ്യമായി ഗമിച്ചിടവേ ദേശപ്രച്ഛന്നനായെത്തി ഇന്ദ്രൻ ഗൗതമരൂപം പൂണ്ടു ഇന്ദ്രൻ ആശ്രമത്തിൽ എത്തി ഉറങ്ങിക്കിടക്കുന്ന അഹല്യയെ തഴുകി ഉണർത്തി ഇന്ദ്രൻ നദിക്കരയെത്തിയ ഗൗതമമാമുനി വന്ദനത്തിനൊരുങ്ങിയിടവേ അറിയുന്നു നിശ്ചലം നദി ഉറങ്ങുന്നു നാഴിക പുലരാനേറയുണ്ട് മുനിയുടെ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞു ഇന്ദ്രൻ ചതിയുന്നു ആശ്രമത്തിൽ കോപിഷ്ഠനാമുനി ആശ്രമത്തിൽ എത്തി ആലിംഗരാമിരുവരെയും കണ്ടു സ്തബ്ധയായ അഹല്യ ജീവനറ്റപ്പോ ഈ രണ്ടു പതികൾ ഒരുപോലെ ഇന്ദ്രൻ ചതിയുടെ പൊരുളറിഞ്ഞു കോപിഷ്ഠനാമുനി ശാപമുയർത്തി പതിയുടെ സാമീപ്യം തിരിച്ചറിയാത്ത നീ വെറുമൊരു കല്ലായി മാറട്ടെ കളങ്കിതയായ അഹല്യാദേവി കരഞ്ഞിടുന്നു സ്വയം പഴിച്ചിടുന്നു അറിയാതെ തെറ്റിയൻ നാഥനെ അർഹിച്ച ശിക്ഷ തന്നുവല്ലോ വെറുമൊരു കല്ലിനു സമമല്ലോ എങ്കിലും നാഥ ഞാൻ തിരിയുവതങ്ങിനെ പത്നി തൻ കഥനം കേട്ടു മുനിയുടെ കരളുമറിഞ്ഞു രാമപാദ സ്പർശനത്താൽ ശാപമോക്ഷം പത്നി നീ ക്ഷമിച്ചിടൂ കഥയിൽ കല്ലില്ല പതിരില്ല കഥ കേളടി കഥയുടെ അർത്ഥം അറിഞ്ഞിടടി കല്ലുപോലായി മാനവരിന്ന് കാണേണ്ടതൊന്നും കാണുന്നില്ല സ്വയം മനസ്സൊരു കല്ലായി തീർന്നു മനസ്സൊരു കല്ലായി മാറിയവർ